അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നാം ആരോടും പറഞ്ഞു പോകരുത്. ആ കാര്യങ്ങൾ നാം പറയുമ്പോൾ നമ്മെ കണ്ണീര് ബാധിക്കും. കണ്ണീര് ബാധിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും, നമ്മുടെ സൗന്ദര്യം, അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. കണ്ണീർ എന്നുള്ളത് സത്യമാണ്. ഹദീസിലും ഖുർആനിലും വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് കണ്ണീർ. കണ്ണീരുണ്ടാകുന്നത് മനുഷ്യന് അസൂയ ഉണ്ടാകുമ്പോഴാണ് കണ്ണീരുണ്ടാകുന്നത്. മനുഷ്യന്റെ അസൂയ എന്ന് പറഞ്ഞത് അത് വല്ലാത്ത ഒരു മനുഷ്യന് എത്രത്തോളം മോശത്തരത്തിലേക്ക് അത് എത്തിപ്പിക്കുമെന്ന് പറഞ്ഞാൽ, ലോകത്ത് നടന്ന ആദ്യത്തെ കൊല എന്നുള്ളത്, ആദ്യം ഒരു വ്യക്തി കൊല്ലപ്പെടാൻ കാരണമായത് അസൂയയാണ്. ഒരു മനുഷ്യൻ അസൂയ വരുമ്പോൾ അവനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ അവൻ ചെയ്യും എന്നുള്ളതാണ്. അസൂയ വല്ലാത്ത ഒരു വിഷയമാണ്. നോക്കൂ, ഹാബിലിന്റെ കൂടെ ലബൂദയും അതുപോലെ ഖാബിലിന്റെ കൂടെ ഇക്രിമ എന്ന സഹോദരിയാണ് ജനിക്കുന്നത്. ഒരു പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണാണ് ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളായി അല്ലാഹു റളിയല്ലാഹു അൻഹു പ്രസവിച്ചു കൊണ്ടിരുന്നത്. ഹാബിലിന്റെ കൂടെ ലബൂദ പ്രസവിച്ചു, ഖാബിലിന്റെ കൂടെ ഇക്രിമ പ്രസവിച്ചു. ഈ രണ്ട് പ്രസവത്തില് അന്ന് മനുഷ്യരെന്ന് പറയുന്നത് ഇവിടെ ഇല്ല ലോകത്ത്. അപ്പോൾ പരസ്പരം വിവാഹം കഴിക്കണം. എങ്ങനെ വിവാഹം കഴിക്കും? വിവാഹം കഴിക്കണമെങ്കിൽ ശറഈയായ നിയമം, അക്കാലത്തുണ്ടായ ശറഈയായ നിയമം എന്ന് പറയുന്നത്, ഒരു ആൺകുട്ടി പ്രസവിച്ച് അതോടൊപ്പം കൂടി ഒരു പെൺകുട്ടി പ്രസവിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയെ ആ ആൺകുട്ടി കല്യാണം കഴിക്കാൻ പാടില്ല. അടുത്ത പ്രസവത്തിൽ പ്രസവിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കണം കല്യാണം കഴിക്കേണ്ടത്. ഹാബിലിന്റെ കൂടെ പ്രസവിക്കുന്നത് ലബൂദയാണ്. ലബൂദ അത്ര സുന്ദരിയായിരുന്നില്ല. ഹാബിലിന്റെ കൂടെ പ്രസവിക്കുന്ന ഇക്രിമ സുന്ദരിയായിരുന്നു. അപ്പൊ ഹാബിലിന് ഇക്രിമയെ കല്യാണം കഴിക്കാൻ പറ്റൂല. അപ്പൊ ലബൂദയെ കല്യാണം കഴിക്കണം. ഹാബിലിന് ലബൂദയെ കല്യാണം കഴിക്കണമെങ്കിൽ ലബൂദ അത്ര സുന്ദരിയല്ല. ഹാബിലിന്റെ മനസ്സിലുള്ളത് തന്റെ കൂടെ പിറന്ന ഇക്രിമയെ കല്യാണം കഴിക്കണമെന്നാണ്. ഹാബിലാകട്ടെ പരിശുദ്ധമായ ദീൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, സത്യസന്ധനായ ആളാണ്, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. ഹാബിൽ അതുപോലെ നിർവഹിച്ചു, വിവാഹം കഴിഞ്ഞു. ഹാബിലിന് ഇത് വല്ലാണ്ട് അസൂയയായി. കാരണം സുന്ദരിയായ ഇക്രിമയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. എന്താണ് വഴി ചിന്തിച്ച ഹാബിലിനെ കൊന്നുകളഞ്ഞു. ആദ്യത്തെ കൊല ഉണ്ടായത് അസൂയ കാരണമാണ്. അസൂയ എങ്ങനെയാണ്? ഒരു മനുഷ്യനെ നമുക്കറിയില്ലേ, നമ്മുടെ പരസ്പരക്കിടയിൽ ഉണ്ടാക്കുന്ന അസൂയക്കുണ്ടാക്കുന്ന ഒരു ഫിത്ന, വല്ലാത്ത ഫിത്ന. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലുതാണ് ഫിത്ന എന്നുള്ളത്. ഇന്ന് ഈ ഫിത്ന എന്നുള്ളത് നല്ല വിവരമുള്ളവരാളുകളാണ് ഇന്ന് ഫിത്നയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. നല്ല വിവരവും കഴിവുമുള്ള ആളുകൾ ഈ ഫിത്ന എന്ന് പറയുന്നത് കൊല്ലുന്നതിനേക്കാൾ കടുപ്പമുള്ളതാണ്, ഇത് പാടില്ല എന്ന് പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിത വേഷധാരികൾ പോലും, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ഫിത്ന എന്നുള്ളത്. കാരണം അസൂയ വരുമ്പോൾ മനുഷ്യൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ചില അനുഗ്രഹങ്ങൾ നാം വളരെ സന്തോഷത്തോടു കൂടി പറയുമ്പോൾ അവരത് സന്തോഷത്തിൽ കേൾക്കും. സന്തോഷത്തിൽ കേൾക്കുമ്പോൾ നമുക്കൊരു അഭിമാനം ഉണ്ടാകും. അവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന അസൂയ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക തന്നെയില്ല. അതെപ്പോഴും അറിയുന്നറിയോ? ആരെങ്കിലും ഒരാൾ വന്ന് പറയണം, നിന്നെക്കുറിച്ച് അയാൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നു, അപ്പോഴാണ് നമുക്കിത് അറിയുന്നത് ഇയാളെ ഇത്ര അസൂയ ഉണ്ടായിരുന്നു എന്ന്. നമ്മോട് സംസാരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഒരു പരിചയം പോലും ഇല്ലാത്ത വ്യക്തികളാണല്ലോ. അപ്പോ നമ്മുടെ അള്ളാഹു നൽകിയ അനുഗ്രഹം എന്നുള്ളത്, നമുക്ക് നല്ല ഒരു ശമ്പളം അല്ലെങ്കിൽ നല്ലൊരു സാലറി ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ കണക്ക് നാം പറഞ്ഞു പോകരുത്. പ്രത്യേകിച്ച് അസൂയ ഉണ്ടാകുന്നു എന്ന് ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില ആളുകളെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവരോടൊന്നും പറഞ്ഞു പോകരുത്. നമുക്ക് കിട്ടുന്ന ജോലി, അതുപോലെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് എനിക്ക് ഓടാൻ കഴിയും, മറ്റതിനും കഴിയും, എനിക്കത് കഴിയുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നീ പറയുന്ന ആൾക്ക് ആ കഴിവുണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ ഇയാൾക്കൊരു അസൂയ ഉണ്ടാകും. അപ്പൊ നീ ഒരു സോഷ്യൽ മീഡിയയിൽ പലതും ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് നീ പറയുമ്പോൾ
അത് അവർക്ക് കഴിവില്ല. അവർ പല പ്രാവശ്യം അത് പ്രയത്നിച്ച് അതിൽ വിജയം കണ്ടെത്താതെ ഇങ്ങനെ വല്ലാണ്ട് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് നീ ചെയ്യുന്നത് പലപ്പോ അസൂയപ്പോണ്ട് സഹിക്കാൻ കഴിയാതെ കിട്ടുന്ന സന്ദർഭങ്ങള് നമുക്കറിയാതെ അവർ അത് ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ചിലതൊക്കെ, ചില ഉമ്മമാർക്ക് ഒരു പതിവുണ്ട്, എന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയാൽ അത് പറയാറ്, എന്റെ മകൻ ആ കഴിവുണ്ട്, എന്റെ മകൻ യൂട്യൂബിൽ കയറും, പല വീടുകൾ സെർച്ച് ചെയ്തെടുക്കും, എന്റെ മകൻ അങ്ങനെ സെർച്ച് ചെയ്യും, ഇതെടുക്കും, മറ്റേതെടുക്കും, പലതും എടുക്കും. മക്കളുടെ കഴിവിനെ കുറിച്ച് പറയുകയാണ്. നീ പറയുന്നത് ഒരു അയൽവാസിയിലാണെങ്കിൽ ചിലപ്പോ ആ അയൽവാസിയായ പെണ്ണ് നിന്നോട് അസൂയ ഉള്ളവളാണെങ്കിൽ, അവരുടെ മക്കൾ ചില പത്രത്തിലുള്ള കഴിവില്ലാത്ത ആളാണെങ്കിൽ തീർച്ചയായും അവിടെ അസൂയ വരാൻ സാധ്യതയുണ്ട്. അത് പിന്നെ കണ്ണീരായി ബാധിക്കും. ആ കണ്ണീര് നിനക്ക് അപകടമാകും. നിനക്ക് കിട്ടിയ ഈ മകൻ തന്നെ പിന്നെ രോഗിയാകും. അങ്ങനെ ഉണ്ടല്ലോ. ഈ അടുത്തൊരു ഉമ്മ സഹോദരി ഫോൺ വിളിച്ച് പറഞ്ഞു. കാരണം 6 മാസം കൊണ്ട് തന്നെ ആ കുട്ടി ഹാഫിള എന്നുള്ളതാണ്. ഒരുപാട് ഫ്ലെക്സും പലതും ആ കുട്ടിയെ പുകഴ്ത്തി വന്നു. ഒരു ആഴ്ചക്കുള്ളിൽ ആ കുട്ടി രോഗിയായി. നിത്യരോഗിയാണ്, എപ്പോഴും ആശുപത്രിയിലാണ്. കാരണം എല്ലാവരും ഇങ്ങനെ കണ്ണു വെക്കുമ്പോൾ ആ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു മാതാപിതാക്കളുടെ ഉമ്മമാർക്ക് അതൊരു അസൂയാകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ വല്ലാണ്ട് നാം വികസിച്ച് പറയുമ്പോൾ അവരുടെ കണ്ണ് വികസിക്കുകയും കൃഷ്ണവാണി വികസിച്ച് അവരെന്ന് പ്രത്യേകമായ ആ ഒരു നോട്ടവും പ്രത്യേകമായ ഒരു കാര്യം അവിടെ സംഭവിക്കുമ്പോൾ അത് പിന്നെ കണ്ണീരായി മാറുന്നു. ആ കണ്ണീർ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തന്റെ മക്കള് യാക്കൂബ് നബിന്റെ മക്കൾ എല്ലാവരും നല്ല സുന്ദരന്മാരാണ്. ഏറ്റവും സുന്ദരനായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫിന്റെ 67-ാമത്തെ ആയത്തിൽ ഒരു അധ്യായമുണ്ട്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ വിളിച്ച് പറയുന്ന ഒരു ആയത്തുണ്ട്, ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ്, അതായത് ഒരേ കവാടത്തിൽ നിങ്ങൾ പ്രവേശിക്കരുത്, ഉദ്ഖുലു മിൻ അബ്വാബിൻ മുതഫരിഖ, അത് വ്യത്യസ്തമായ കവാടത്തിൽ നിങ്ങൾ പ്രവേശിക്കണമെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോ എന്റെ പ്രിയമുള്ളവർ, എന്തിനാണ് ഇത് പറഞ്ഞത്? കാരണം ഒരേ കവാടത്തിൽ പ്രവേശിക്കുമ്പോൾ അത് പല ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അങ്ങനെ നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് ആളുകൾ കാണുമ്പോഴൊക്കെ അത് വല്ലാണ്ട് അസൂയപ്പൂണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്യും. അവർ എന്ത് ചെയ്താലും അള്ളാഹുവിന്റെ തീരുമാനമാണ് നടക്കുന്നത്. നാം അള്ളാഹുൽ തവക്കുൽ ചെയ്ത് ജീവിക്കണം. പക്ഷെ കണ്ണീരിന് നാമായിട്ട് വഴിവരുത്തരുത്. ചില ആളുകളിൽ നല്ല അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ കാണും. ആ കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അസൂയ വന്നാലോ? അങ്ങനെ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ നാം ഒരാളുടെ വീട് മനോഹരമായി കാണുന്നുണ്ട്. അപ്പൊ നാം എന്ത് പറയണം? മാഷാ അള്ളാ. നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലൊക്കെ മാഷാ അള്ളാ എഴുതി പിടിപ്പിക്കണം. കാരണം പെട്ടെന്ന് അവർ വന്ന് വീടിനെ കണ്ട് പലതും പറഞ്ഞേക്കും. കണ്ണീര് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ ഖബറിൽ വരെ എത്തിയതുണ്ട്. ഇന്നും നിത്യ രോഗികളായ ഒരുപാട് ആളുകളുണ്ട്. കണ്ണീരിന്റെ കാരണം കൊണ്ട് രോഗികളായ ആളുകൾ എത്രയോ ആളുകളുണ്ട്. കണ്ണീർ അത്ഭുതമാണ്, അതുണ്ടാക്കുന്ന വിപത്ത് അത്ഭുതമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല കണ്ണന്മാരുടെ കണ്ണീരിനെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് കണ്ണീർ നമ്മിൽ ഒരാൾക്കും സംഭവിക്കരുത്. മറ്റുള്ളവരുടെ കണ്ണീർ സംഭവിക്കുന്ന പ്രവൃത്തി നാം ചെയ്തു പോകരുത്. നമ്മിൽ അള്ളാഹു തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമ്മോട് അസൂയ തോന്നുന്ന ആളുകൾ ഒന്നായവർ ചോദിക്കും, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എങ്ങനെ ഓടുന്നുണ്ട്? കൃത്യമായി അന്വേഷണം നടത്തും. നാം കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതോടുകൂടി ആ മനുഷ്യന് തുടങ്ങി അസൂയ. ആ മനുഷ്യന് ഇതിനെങ്ങനെങ്കിലും ഒന്ന് തകർക്കണം, കാത്തു നിൽക്കും. തകർക്കാനുള്ള ഒരു മേഖലയും കിട്ടൂല. ചിലപ്പോ മനുഷ്യരാകുമ്പോൾ ചില അബദ്ധങ്ങൾ സംഭവിക്കും. ആ അബദ്ധങ്ങൾ സംഭവിച്ച പദന്ന് പിടിച്ചു കുലുക്കി നിന്ന് എത്രത്തോളം ഫളീഹത്താക്കാൻ പറ്റുമോ അതെല്ലാം പ്രയത്നിക്കും, പ്രവർത്തിക്കും. അങ്ങനെയുള്ള ആളുകൾ ഫിത്നയുമായി നമ്മുടെ അരികിൽ വരും. ഫിത്നത്തിന്റെ കൂമ്പാരങ്ങളുമായി വരുമ്പോൾ മനസ്സിലാക്കണം, ഇത് അയാളോടുള്ള അസൂയയാണ്. ഇത് അസൂയന്റെ പ്രതിഫലനമാണ് ഇയാളിൽ കാണുന്നത് നാം മനസ്സിലാക്കി തിരിച്ച് വിവേകത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അസൂയ പിറകി എങ്ങനെയാണ് കൊള്ളിക്കഷ്ണത്തെ തിന്നു തീർക്കുന്നത് പോലെ അസൂയ നമ്മുടെ അമലുകളെ തിന്നു തീർക്കും. ഒരിക്കലും ആരോടും അസൂയ കാണിക്കരുത്. അള്ളാഹു ഒരാൾക്ക് ഒരു നിഅമത്ത് തരാൻ ഉദ്ദേശിക്കുന്നത് തടുക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. അള്ളാഹു ഒരു തിന്മ, ഒരാൾക്ക് ഒരു ഷർറ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് തടുക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. ലോകത്തുള്ള എല്ലാവരും കൂടി ഒരാൾക്ക് ഒരു നന്മ ചെയ്തു കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമില്ലെങ്കിൽ അത് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതേസമയത്ത് ലോകത്തെല്ലാവരും അതിനെ തടയാൻ വേണ്ടി തീരുമാനിച്ചു.
പക്ഷെ അള്ളാഹുവിനക്ക് അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ? അവർക്ക് ആർക്കും അതിന് തടയാൻ സാധ്യമല്ല. എന്നാലും കണ്ണേറത്ഭുതമാണ്. കണ്ണേറ് കൊണ്ട് പല വിപത്തുകളും സംഭവിക്കും. അള്ളാഹു എല്ലാവിധ ആഫത്ത് മുസീബത്ത് കണ്ണേറിനെ തൊട്ട് നമ്മെ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.